ഹേ ഗൈസ്, ദിസ് ഇസ് മീ മേഘ. ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫിലിംസിലും കാർട്ടൂൺസിലൊക്കെ കാണുന്ന ലാൻറ്റണില്ലേ, അതാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇതെൻ്റെ അമ്മ വേറെന്തോ സാധനം ഇടാനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷെ ഞാനിത് കട്ടെടുത്തു. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് ബോട്ടിൽ ഫുള്ളി കവർ ചെയ്തതിന് ശേഷം ആ ബോട്ടിലിന്റെ അടപ്പ് കൊണ്ട് തന്നെ ഞാനൊരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സർക്കിൾ ഷേപ്പിന് ഒരു ഔട്ട്ലൈനും കൊടുത്തതിന് ശേഷം സർക്കിളിന്റെ സെന്ററിൽ ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും കുറച്ച് ക്ലേ പീസസും കൂടി വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ കുറെ കുഞ്ഞു ബോൾസും കൂടി സർക്കിളിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ചു നേരം ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വിശക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ സ്നാക്സും കൊണ്ടാണ് മേളിൽ വരാറ്. ഈ കണ്ണുമൂക്കുള്ള ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ്? എന്റെ ഫേവറേറ്റ്സിലൊന്നാണ്. വേറെ എവിടെയും നോക്കിയിട്ട് സർക്കിൾ ഷേപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ സ്നാക്സ് കൊണ്ടുവന്ന ബൗള് തന്നെ കമത്തി സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. റൂഫിന്റെ സെന്റർ പോർഷൻ ഇത്തിരി ഒന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീർന്നു പോയ ആക്രിലിക് പെയിന്റിന്റെ ഡപ്പയുടെ അടപ്പെടുത്ത് അതിന്റെ സെന്ററിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്യുന്ന ഒരു പോർഷൻ ഇല്ലേ, ആ സാധനം എടുത്തിട്ടാണ് ഫ്ലവേഴ്സിന്റെ സർക്കിൾ കട്ട് ചെയ്തെടുത്തത്. പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഫ്ലവർ കുറച്ച് വലുതായിപ്പോയി. ഇനി കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞു സ്കെച്ച് പെന്നിന്റെ അടപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആക്രിലിക് പെയിന്റ് ആണ് ഞാൻ ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. ഫെയറി ലൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് സാധനം. ഇതിന്റെ റേറ്റ് ഭയങ്കര ചീപ്പാണെങ്കിലും ഇതിന്റെ യൂസ് ഭയങ്കര പവർഫുൾ ആണ്. ദാ ഇങ്ങനെ ഇരിക്കും. നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഈ ലൈറ്റ് അകത്ത് സെറ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ഈ ലാൻറ്റൺ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.